दानाय च रक्षणाय। കിട്ടുവാണെങ്കിൽ നമുക്ക് ആകാശം കൊണ്ട് സൈക്കിള് വാങ്ങാം. ഗിയറുള്ള സൈക്കിള് വാങ്ങാൻ ചേട്ടായി. പള്ളിയിലെ സ്കൂളിൽ ഇനി അതിൽ പോകാം. ഗിയറുള്ള സൈക്കിളെ നല്ല കാര്യമായി. അതിന് നല്ല കാശാം. ബാക്കി കാശ് അപ്പയുടെ പൈസ കാണുവോ ചേട്ടായി? അതാ എന്റെയും സംശയം. നീ ഓരോന്ന് വേണമെന്ന് പറയുമ്പോ ഞാൻ എവിടുന്ന് വാങ്ങാനാ ജീന? ഇന്നുകൂടി സാധനങ്ങൾ വാങ്ങിയില്ലേ പിള്ളേർക്ക് മത്സരത്തിൽ പങ്കെടുക്കാനൊക്കെയല്ല. എടി സ്റ്റാറിനൊക്കെ എന്നാ വില നോക്കണ്ട നീ ഇരിക്കുന്നേ. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ അതൊക്കെ എടുത്തു വെക്കണോന്ന്. അതെങ്ങനെയാ? അമ്മയ്ക്കും മക്കൾക്കും വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? വേറൊന്നും വാങ്ങിക്കാൻ പറഞ്ഞില്ലല്ലോ. എടി ഒരു സ്റ്റാർ വാങ്ങി ഒരു വീട്ടിൽ 2-3 വർഷം ഇരിക്കും. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? എവിടുന്ന് വരുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു, അതൊന്നും ആർക്കും അറിയണ്ട. എല്ലാ വശത്തുനിന്നും 100 കൂട്ടം പ്രശ്നങ്ങളാ. ചിലപ്പോ തോന്നും ഇതെല്ലാം കേട്ടോ അവസാനിപ്പിച്ച് കളഞ്ഞേക്കാന്ന്. ഇന്നേ വരെ അങ്ങേരെ എനിക്കൊരു സമാധാനവും തന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ കാലം തുടങ്ങിയ കടവും പ്രയാസവും. ഞാനിതൊക്കെ ആരോട് പറയാനാ? അല്ലേ തന്നെ പറയാൻ എനിക്ക് എന്നാ അർഹത? വീട്ടുകാരെ ധിക്കരിച്ച് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങിപ്പോന്നതല്ലേ. ഇനി സഹിക്കുക തന്നെ. അതാ ഞാൻ സിസ്റ്റർ ആൻറ്റിയോട്. മോളെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പഴയതൊക്കെ ഓർത്തിട്ടും വിഷമിച്ചിട്ടും എന്താ കാര്യം? നല്ലൊരു ദിവസമായിട്ട് നീ കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും നീ കരയാതിരിക്കും. 2 പേരും കൂടി ഇങ്ങനെ തുടങ്ങിയ പിള്ളേരെന്നാ ചെയ്യും? സെബാൻ എവിടെ പോകാനാ? അവൻ വരുന്നേ. പിള്ളേരെ അനുഗ്രഹിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇവിടെയും കൃപിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി, ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും. എത്ര തവണയെന്ന് വെച്ചിട്ടാ വിളിക്കുന്നേ? എപ്പോഴാന്നാ വരട്ടെ? മക്കളെ, നിങ്ങൾ വാ, വന്ന് കഴിക്ക്. അപ്പ എപ്പോഴാന്നാ വരട്ടെ? ചേട്ടായി, അപ്പ തിരിച്ചു വരുവോ? അപ്പയുടെ കൃപ ഐറ്റംസ് കാണുവോ? മക്കള് വിഷമിക്കാതെ, അപ്പ വരും. അപ്പ വരൂ അമ്മേ. നമുക്ക് എവിടെയെങ്കിലും പോയി അന്വേഷിച്ചാലോ? ആരോടെങ്കിലും ചോദിച്ചാലോ? പലരെയും വിളിച്ചു ചോദിച്ചു, ആരും കണ്ടില്ലെന്നാ പറയുന്നത്. അപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ അമ്മേ? മോനെ, മമ്മി. എന്താ മോളെ? മമ്മി അപ്പുറത്തെ വീട്ടിൽ കൃപൊന്നും ആയില്ലെന്ന് തോന്നുന്നു. അവരത് കംപ്ലീറ്റ് ആക്കിക്കോളും. അതല്ല മമ്മി, അവിടെ എന്താ പ്രോബ്ലം ഉണ്ട്. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞു കൃപ എല്ലാം അങ്ങോട്ടൊന്നും കെട്ടിക്കാണ്. അവരത് ശരിയാക്കിക്കൊള്ളും കേട്ടോ. സമയം ഇനിയുണ്ടല്ലോ. സോന പറഞ്ഞ ശരിയാ മമ്മി. രാവിലെ സെബാൻ ചേട്ടൻ ബൈക്ക് എടുത്തോണ്ട് പോകുന്ന കണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ തിരിച്ചു വന്നില്ല. അയൽവക്കാരുടെ വിശേഷം പറഞ്ഞാണോ? അതല്ല ഇച്ചായ, അവര് പറയുക ആ ജീനയുടെ വീട്ടിലെ ക്രിസ്മസിന് ഒരാഘോഷവും ഇല്ലെന്ന്. സെബാൻ ആകെ കടം കയറി നിൽക്കാന്ന് പറഞ്ഞിട്ട് അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും?
എടാ മോനെ ഇത് അങ്ങോട്ടൊന്ന് കെട്ടിക്കേടാ. മമ്മി നമുക്കൊരു പുതിയ ഗ്രിപ്പ് ഐറ്റംസ് വാങ്ങിക്കൊടുത്താലോ? അത് ശരിയാ സോനമോളെ, നമ്മൾ ഇത്തവണ പുതിയ ഒരെണ്ണം മേടിച്ചല്ലോ, അവർക്ക് വിരിക്കട്ടെ ഒരു പുതിയ സെറ്റ്. എന്തായാലും നല്ല നമുക്കല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ആശയം തോന്നിയല്ലോ അല്ലേ അമ്മച്ചി? നന്നായിരിക്കുന്നു കേട്ടോ. എന്നാ ഞാൻ ആ കേക്കും വൈനും കൂടി എടുത്തോണ്ട് വരാവേ. നമുക്കെല്ലാവർക്കും അവരുടെ വീട്ടിൽ പോയി ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാലോ? ശരി, നല്ല കാര്യം. വിളിച്ച് വിനയെ വിളിച്ച്. ജീന വാ കേറി വാ. ആ, ഇവിടെ പുൽക്കൂടിന്റെ പണിയൊന്നും പൂർത്തിയായില്ല. എനിക്ക് സുഖമില്ലായിരുന്നു. സെബാൻ പുറത്തോട്ട് പോയേക്കുവാ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. എന്നാടാ ഇത്? ഇത് കുറച്ച് ഗ്രിബ് ഐറ്റംസ് ആടാ. ഞങ്ങളുടെ പുൽക്കൂട് കംപ്ലീറ്റ് ആക്കി, നിന്റെ കൂടെ കംപ്ലീറ്റ് ആക്കിയേക്കാം. താങ്ക് യു. അമ്മച്ചി കൊടുക്ക. മോളൊന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലാകും. നമുക്ക് ആദ്യമേ എല്ലാവർക്കും കൂടി ഈ പുൽക്കൂടിന്റെ പണി അങ്ങ് തീർക്കാം. ഇത് ഞാനുണ്ടാക്കിയ കേക്കും വൈനുമാ. മോൾ ഇത് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വാ. ചെല്ലാം.